ശിവകാമിക്കുട്ടി വന്നപ്പോഴത്തേക്കും ഭയങ്കര പൂത്തിരിയാണല്ലോ. അതെ ഭയങ്കര ശക്തിയല്ലേ? അതെ 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 അതെ. ബാലമണിയാണോ? ആ കുടി കിട്ടി. നന്ദനം. ആഹാ, വാട്ട് എ ഫിലിം അല്ലേ. എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് മനസ്സിൽ ഓർത്തു വെക്കാവുന്നൊരു പടമാണ്. അതിലെ ഡയലോഗുകളും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പൊ കുഞ്ഞേ, എനിക്ക് തോന്നുന്നു ഇത് കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ അല്ലേ? ആ പാട്ടാണല്ലേ? ആ പാട്ടല്ലേ? ഏത് വർഷമായിരുന്നു? 2002. ഗിരീഷ് പുത്തഞ്ചേരി ഗിരീഷ് ഏട്ടന്റെ മറക്കാൻ പറ്റാത്തതാണ്. അതെ അതെ. ഇതിന്റെ ഓരോ പാട്ടിലും ഗിരീഷ് ഏട്ടൻ കൊണ്ടുവന്നിരിക്കുന്ന ആ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതുപോലെ രവീന്ദ്ര മാസ്റ്ററും ഗിരീഷ് ഏട്ടനും ഒന്നിക്കുമ്പോൾ ഇതുപോലത്തുള്ള വളരെ ബ്യൂട്ടിഫുൾ സോങ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ വേറൊരു സിനിമയിൽ കളഭം തരാം, ഭഗവാൻ മനസ്സും തരാം, മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട്, കന്മദത്തിലെ പാട്ട്, അങ്ങനെ പല പല പാട്ടുകളും ഈ കോമ്പിനേഷനിൽ ഒരു ഗ്രേറ്റ് കോമ്പിനേഷൻ ആയിരുന്നു. അവരുടെ മുത്തിലും മുത്തായ ഒരു മണിമുത്ത് കിട്ടി എന്ന് പറഞ്ഞ പോലുള്ള ഒരു പാട്ടാണിത്. അപ്പൊ ശിവകാമി കുഞ്ഞെ, ഓൾ ദി ബെസ്റ്റ്. സൂപ്പറായിട്ട് പാടണേ.
നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ കൃഷ്ണ 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 കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിന്റെ ഉള്ളിൽ വെരി നൈസ്, വെരി നൈസ്. ശരിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഗുരുവായൂരെത്തിയ പോലെയുണ്ട്. എൻ്റെ കുഞ്ഞെ, ഓരോ പ്രാവശ്യവും ശിവകാമിക്കുട്ടി പാടുമ്പോഴത്തേക്കും ഇങ്ങനെ കണ്ണു നനയിച്ചുകൊണ്ടേയിരിക്കുന്നല്ലോ എൻ്റെ കുഞ്ഞി മകളെ. ഒത്തിരി സ്നേഹം കേട്ടോ. എന്തോ ഒരു ടഫാണ് ഈ പാട്ട് പാടാനായിട്ട്. അപ്പോഴൊക്കെ ശരിക്കും ഞാനും പ്രാർത്ഥിക്കുകയാണ്, ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഗുരുവായൂർ പോയിട്ടെ, മേൽപ്പത്തൂർ നാരായണീയം അതിലെ അഗ്രേ പശ്യാമി തേജോ നിപിടതര കലായാവലീ ലോഭനീയം പീയൂഷാപ്ലാവിതോഹം തദനു തതുദരേ ദിവ്യ കൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈരാവീതം നാരദാദ്യൈർ വിലസതുപനിഷത് സുന്ദരീ മണ്ഡലയിച്ച. അവിടെ എത്തി, അല്ലെങ്കിൽ അവിടെ എന്നെ കൊണ്ടുപോയി. പിന്നെ റൈക്ക ഗോപാലകൃഷ്ണൻ സാക്ഷാൽ ഗോപാലകൃഷ്ണനായിട്ട് തന്നെ വന്നു. അതെ. ഗോ ഇല്ലെന്ന് മാത്രം. അതെ, ഇതിപ്പോ മുരളീകൃഷ്ണനായി. മുരളീകൃഷ്ണൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതെല്ലാം കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നതും പലതും നമ്മൾ ഡ്രമാറ്റിക് എന്ന് പറയാം. അതായത് ഇത് ഡ്രമാറ്റിക് അല്ല, ഇത് വളരെ സ്പിരിച്വൽ ആയിട്ട് എനിക്ക് തോന്നി. ദാറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. കണ്ണനും ഭയങ്കര സുന്ദരനായിരിക്കുന്നു. അതുപോലെ നമ്മുടെ ശിവകാമിക്കുട്ടി നല്ല ചുന്ദരി മണിയായിട്ട് അവിടെ നിൽക്കുകയാണ്. നമ്മുടെ ബാലമണിയല്ലേ, അവസാനം കൃഷ്ണവാടിയില്ലേ. എൻ്റെ അപ്പം എനിക്ക് ടെൻഷൻ, കാരണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ കുഞ്ഞിങ്ങനെ പാടുകയാണ് എന്ന് പറഞ്ഞാൽ എവിടെയും പിടിച്ചു വെക്കാതെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ടെൻഷൻ കൂടുകയാണ്. ഞാനും ഇങ്ങനെ പൊങ്ങി പോവുക, ആ ശ്രുതിയുടെ കൂടെ പൊങ്ങി പോവുക. പിന്നെ അവസാനം പഞ്ചമം വന്നപ്പോ എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ എന്ന് തോന്നിപ്പോയി. അത്രയും എന്താ പറയാ, ഹൃദയം പൊട്ടിപ്പാടി എന്നൊക്കെ പറയൂലേ, ആ രീതിയിൽ പാടിയിട്ടുണ്ട്. പിന്നെ കാർമുകിൽ ആ നോട്ട്, ആ താഴത്തെ പഞ്ചമണ്ട്, അത് കുറച്ച് സ്ട്രെയിൻ ആണ്. പക്ഷെ നമ്മൾ ശ്രുതി കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ കൃഷ്ണ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ കുഞ്ഞല്ലേ, നമ്മുടെ കുഞ്ഞല്ലേ. അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ പാട്ട് ശിവകാമി കുഞ്ഞിന് എത്രയും പാടാമോ അതിന്റെ മാക്സിമം പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതിനാണ് കൈയടി കൊടുക്കുക. ചില ഞാനൻ മിഴിനാളമണയാതിരിച്ചും നീറും നെഞ്ചകം അഖിലായി പുകച്ചും പാടും കരൾത്തടം കണ്ണീരാൽ നനച്ചും നിന്നെ തേടി നടന്നു തളർന്നു കൃഷ്ണ എന്ന് പറയുന്ന അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആ നൊമ്പരം ശരിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ആദ്യം തൊട്ട് തന്നെ ഈ ശബ്ദത്തിനൊരു വിറയലുണ്ട്. വേണമെന്ന് വെച്ച് കൊണ്ടുവന്നല്ലേ ഇല്ലേ? അതാണ്. അപ്പൊ അവിടെ ആ ക്യാരക്ടറായിട്ട് വരുന്നു. അപ്പൊ ഈ പാട്ട് കംപ്ലീറ്റ് നമ്മുടെ ശിവകാമി കുഞ്ഞ് പാടിയിരിക്കുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അറിയാം. ആ സങ്കടം ഓരോ സ്ഥലത്തും ധ്വനിക്കുന്ന രീതിയിലുള്ള വോയിസ് മോഡുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഗംഭീരമാണ്. ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ ശിവകാമി കുഞ്ഞ് ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ പാടേണ്ടിയിരുന്ന പാട്ടാണ്.
അപ്പൊ അതുകൊണ്ട് ആ ചാൻസ് ഇപ്പോൾ നഷ്ടപ്പെടുത്തി. നേരത്തെ പാടിയിരുന്നു അല്ലേ? നേരത്തെ പാടി. നമ്മള് ഇങ്ങനെ പുതിയ ജേണിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് 2ാം ഘട്ടത്തില് അല്ലേ. അപ്പൊ ശരിക്കും ഇങ്ങനെയുള്ള പല പാട്ടുകളും നമ്മുടെ നേരത്തെ പാടി കളയരുത്. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് കേട്ടോ അങ്കിളുടെ. എന്തായാലും വലിയൊരു നമസ്കാരം നമ്മുടെ കുഞ്ഞിന്. ഇങ്ങനെ ഓരോ പാട്ടുകൾ എടുത്തുകൊണ്ട് വന്ന് ഞാൻ പറഞ്ഞ പോലെ അങ്കിളുടെ കണ്ണ് നനയ്ക്കുന്ന പെർഫോമൻസസ് കൂടുതലും ഇപ്പൊ നമ്മുടെ ശിവഗാമി കുഞ്ഞിൻ്റെ നിന്നാണ് ഉണ്ടാവണേ. അപ്പൊ അതുകൊണ്ട് കുഞ്ഞിന് അങ്കിളുടെ ഒത്തിരി ഒത്തിരി സ്നേഹം. നല്ല ഫീൽ ഉണ്ടായിരുന്നു പാടിയതില്. പാട്ട് ഭൂരിഭാഗവും വളരെ നന്നായിട്ട് തന്നെ പാടി. പ്രത്യേകിച്ച് ആ കൃഷ്ണ എന്നുള്ള വിളി അറിയാതെ കണ്ണ് നിറഞ്ഞു. കൃഷ്ണ 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 അത്രയ്ക്കും നല്ല ഫീലിലാണ് പാടിയത് കേട്ടോ. ഉഗ്രനായിരുന്നു. പല ഭാഗങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. എന്നാൽ ചില ഹമ്മിങ്ങിന്റെ ചില ഭാഗത്തൊക്കെ കുറച്ച് ശ്രുതി പ്രോബ്ലം. അനുപല്ലവിയില് കണ്ണീരാൽ നനച്ചും അത് കുറച്ച് ഷാർപ്പായി. കൃഷ്ണ എന്നുള്ള വിളി കഴിഞ്ഞിട്ട് പിന്നെ അവസാനം പാട്ട് എൻഡ് ചെയ്യുന്നില്ലേ, ഫിനിഷ് ചെയ്യുന്നില്ലേ, അവിടെയും കുറച്ചൊന്ന് ഷാർപ്പായിട്ടുണ്ട് ശ്രുതി. ഓടക്കുഴലിന്റെ ഉള്ളിൽ അതെ, ആ ഭാഗം കുറച്ച് ഷാർപ്പായി. പക്ഷെ അതുകൂടാതെ മറ്റുള്ള ഭാഗങ്ങളെല്ലാം വളരെ 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 സൂപ്പറായിട്ട് പാടി കേട്ടോ. നന്നായിരുന്നു. അതൊക്കെയാണ് എനിക്ക് തോന്നിയത്. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും സൂപ്പറായിട്ട് പാടി കേട്ടോ. മിടിക്കുകയാണ്. ശിവകാമിക്കുട്ടി എന്താ പറയണ്ടേന്ന് അറിയില്ല. എനിക്കൊരിക്കലും ഇതുപോലെ ശിവകാമിക്കുട്ടിനെ പോലെ പാടാൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല. അത് ചിലപ്പോൾ എൻ്റെ ശബ്ദം കൊണ്ടാവാം, എൻ്റെ സ്റ്റൈല് വ്യത്യാസം ആയതുകൊണ്ടാവാം. എനിക്കൊരിക്കലും ശിവകാമിക്കുട്ടിനെ പോലെ പാടാൻ പറ്റില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. അത്രയും മനോഹരമായിട്ട് ശിവകാമിക്കുട്ടി പാടി. ഈ ഒരു പാട്ട് ഈ പ്രായത്തില് ഇതുപോലെ പാടുക എന്ന് പറഞ്ഞാൽ ശിവകാമിക്കുട്ടി നിസ്സാരക്കാരിയല്ല. അത്രേ പറയാനുള്ളൂ. ചെറിയ പിച്ച് പ്രശ്നം, എസ്പെഷ്യലി അവസാനം പാടിയ ഓടക്കുഴലിന്റെ ഉള്ളിൽ നല്ലൊരു ഷാർപ്പായിട്ട് വന്നു. പിന്നെ ഇവിടെ ചെറിയ ശ്രുതി പ്രശ്നം. മിക്കതും എനിക്ക് തോന്നുന്നു സാധാരണ ഒരു എന്താ പറയുക, നോട്ട് എത്താത്തതിന് പകരം പ്രാവശ്യം കുറച്ച് ഷാർപ്പാവുക ചെയ്തത് മിക്ക സ്ഥലത്തും. അമേസിങ് സിംഗർ എപ്പോഴും പറയുന്നതാ കേട്ടോ. മിടുക്കിയാണ് കേട്ടോ, മിടുക്കി. ആൻഡ് റൈക്ക ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ പൂക്കളൊക്കെ ഇങ്ങനെ വീഴുന്ന സമയത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ഫീലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണാൻ വേണ്ടിട്ട് പെർഫോമൻസ് അല്ല, ഒരു പ്രസൻസ് ആണ്. അറിയാതെ കണ്ണീര് വന്നു അറിയാതെ. എനിക്കത് ആ കൃഷ്ണ എന്ന് പാടിയപ്പോഴത്തേക്ക് ഇതങ്ങ് തുറന്ന് റൈക്കമെല്ലാം ഇറങ്ങി വരുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ ഗൂസ് ബംസ് വരുന്നുണ്ട് ഫുള്ളായി. അപ്പൊ മിടുക്കിയാണ് കേട്ടോ ശിവകാമിക്കുട്ടി. അപ്പൊ ആര്യ ചേച്ചി വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ടോപ്പ് സിംഗർ നേരിട്ട് കാണാനായിട്ട് ടോപ്പ് സിംഗറിന്റെ വലിയ കുറച്ച് ഫാൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. കോട്ടയത്ത് നിന്നാണ് കേട്ടോ. സിസ്റ്ററിനെ എനിക്ക് മുന്നേ അറിയാം. ഞങ്ങളൊരു പരിപാടിക്ക് പോയപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് തൊട്ടേ എൻ്റെ അടുത്ത് ടോപ്പ് സിംഗറിന്റെ കാര്യം പറയുന്നതാണ്. അപ്പൊ ഇന്നത്തെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടോ? എന്റെ പേര് സിസ്റ്റർ ഫ്രാൻസി. എൻ്റെ കൂടെയുള്ള പിള്ളേർ തന്നെയാണ്. ഞങ്ങളുടെ സെന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ കോട്ടയത്ത് ഞങ്ങളുടെ സ്ഥാപക പിതാവ് സഭ സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ സെയിന്റ് തോമസ് അസൈലം സ്ഥാപിച്ച അവിടുത്തെ ചേച്ചിമാരാണ്. 3 പേരെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. 72 ചേച്ചിമാര് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ അവരുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം 7:30 ഒരു ഷോ എന്നും കാണുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ടോപ്പ് സിംഗർ. എല്ലാ പിള്ളേരെയും കഴിഞ്ഞ ബാച്ചുകളിലുള്ള എല്ലാ പിള്ളേരും തന്നെ ഇവർക്ക് നല്ല ഫെമിലിയർ ആണ്. ഇങ്ങനൊരു അവസരം ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. കാരണം ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ 100ാം വർഷം കൂടിയാണ്. ഈ കഴിഞ്ഞ 100 വർഷത്തിനുള്ളിൽ കുറേയധികം പ്രോഗ്രാംസ് നടത്തും. അങ്ങനെ വൈക്കം വിജയലക്ഷ്മി ഞങ്ങളുടെ ഫ്ലോറിൽ ഞങ്ങളുടെ പിള്ളേരെ കാണാനായിട്ട് വന്നിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ ഒരു ടോപ്പിക്. അതുകൊണ്ട് ഞാൻ സാറിനോട് ചോദിച്ചു, അങ്ങനെ ഒരു ചാൻസ് കിട്ടി. താങ്ക് യു സോ മച്ച്. ഈ ഭാവിയിലേക്കുള്ള കൊച്ചുമക്കളെ ഇതുപോലെ വാർത്തെടുക്കുന്ന ഈ ഫ്ലവർ ചാനലിനും ഈ ടോപ്പ് സിംഗറിനും എല്ലാവിധ ആശംസകളും. അപ്പോ ശിവകാമി കുഞ്ഞിന് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 98.5 on 100. ഇന്നത്തെ നമ്മുടെ പെർഫോമർ ഓഫ് ദി ഡേ ശിവകാമി കുട്ടിയാണ് കേട്ടോ. നമ്മുടെ റൈക്ക കുട്ടി അതിന് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, നമുക്ക് സിസ്റ്ററിനെ വിളിച്ചാലോ? സിസ്റ്റർ ആണ് വലിയൊരു ഫാൻ ടോപ്പ് സിംഗറിന്റെ. വായോ സിസ്റ്റർ, വായോ.
വില്ലി Yes. വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. അപ്പോൾ താങ്ക് യു സിസ്റ്ററെ, താങ്ക് യു രണ്ടുപേർക്കും, താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ബൈ.